തൃശൂരിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന വീണ്ടും ജനവാസ മേഖലയിൽ. ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിലെത്തിയ ആനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ചികിത്സ നൽകിയ ശേഷം കാട് കയറ്റിയ ആന 2 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ ആനയുടെ ആരോഗ്യനിലയൊക്കെ ഏത് രീതിയിലാണ്? ഇപ്പോൾ ആന ജനവാസ മേഖലയിൽ എത്തുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രമാത്രം ആശങ്കയാണ് ഉണ്ടാക്കുന്നത്? സ്വാതി, ആനയുടെ ആരോഗ്യസ്ഥിതി മൃഗസ്നേഹികളെ സംബന്ധിച്ചുകൊണ്ട് അല്പം ആശ്വാസം പകരുന്നതാണ്, സന്തോഷം പകരുന്നതാണ്. അതേസമയത്ത് തന്നെ ഈ കാലടി പ്ലാന്റേഷൻ അടക്കമുള്ള ജനവാസ മേഖലയിൽ ആതിരപ്പള്ളിയുടെയും ഐരാറ്റുമുഖത്തിന്റെയും അടക്കമുള്ള ജനവാസ മേഖലകളിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ഓട്ടംതൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് ഒരു അല്പം ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ്. കാരണം നിരന്തരമായ ആനശല്യം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വീണ്ടും പുതിയൊരു കൊമ്പൻ കൂടി എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഈ പ്രദേശത്ത് കണ്ടുവന്ന് പരിചയമില്ലാത്ത കൊമ്പനാണ് മസ്തകത്തിൽ മുറിവേറ്റ ആന. ഇത് പറമ്പിക്കുളം വനമേഖലയിൽ നിന്നും ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തതിനെ തുടർന്ന് പരിക്ക് പറ്റി ഈ മേഖലയിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിട്ടുള്ള വിവരം. ഈ സാഹചര്യത്തിലാണ് ആന ഇവിടെ മറ്റൊരു പുതിയ ആന കൂടി എത്തുമ്പോൾ ആളുകൾക്ക് ഒരു നേരിയ തോതിലുള്ള ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്നത്. മറുവശത്ത് മൃഗസ്നേഹികളെ സംബന്ധിച്ചുകൊണ്ട് ആനയ്ക്ക് പരിക്ക് ഭേദമാവുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയുമാണ്. കഴിഞ്ഞ 24-നാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിലേറെ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ ആനയെ കണ്ടെത്തിയതും ചികിത്സിച്ചതും സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി കാട്ടിലേക്ക് തിരികെ ചികിത്സ പൂർത്തിയാക്കി കാട്ടിലേക്ക് തിരികെ കയറ്റിവിട്ടതുമൊക്കെ. ഇതിനുശേഷം 2 ദിവസത്തോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ഒക്കെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ആനയെ കണ്ടെത്താനായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആനയ്ക്ക് അപകടം വല്ലതും സംഭവിച്ചോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നുള്ളത് ഒരാശങ്കയായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ദിവസത്തെ ഈ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന സ്ഥിരമായി എത്തിയിരുന്ന കാലടി പ്ലാന്റേഷനിലെ 3-ാം ബ്ലോക്കിൽ ചാലക്കുടി പുഴയോരത്ത് ആന വീണ്ടും എത്തുകയായിരുന്നു. വെള്ളം കുടിക്കുകയും പൂഴിമണ്ണ് വാരി കളിച്ച് തിമിർക്കുകയും ഒക്കെ ചെയ്ത് ഏറെ നേരം ഇവിടെ ചിലവിടുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 3:30യോടുകൂടിയാണ് ആന ഈ പ്രദേശത്തേക്ക് എത്തിയത്. അതിനുശേഷം ഏകദേശം 2 മണിക്കൂറിലേറെ സമയം ഇവിടെ നിലയുറപ്പിച്ചു. അവിടെ നിന്നും തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആനയെ സംബന്ധിച്ചുകൊണ്ട് ഒട്ടേറെ വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രദേശവാസികളുടെ അടക്കമുള്ള ചർച്ചാ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയായിരുന്നു. ഡിസംബർ മാസം അവസാനത്തോടു കൂടിയാണ് പറമ്പിക്കുളത്തു നിന്നും ഈ മേഖലയിലേക്ക് എത്തിയ ആനയെ നാട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പ്രദേശത്ത് കണ്ടു പരിചയമില്ലാത്ത ഈ ആനയെ ആദ്യം കാണുമ്പോൾ കൗതുകത്തോടെ നോക്കിയ ആളുകൾ പിറ്റേ ദിവസം മുതൽ ആനയുടെ നെറ്റിയിലെ മുറിപ്പാടിൽ നിന്നും രക്തവും ചലവും ഒക്കെ ഒഴുകി വരുന്നത് കണ്ട് ആശങ്കപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാരും പ്രദേശവാസികളും മൃഗസ്നേഹികളും ഒക്കെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാര്യം അറിയിച്ചത്. 2 ആഴ്ചത്തോളം ഈ ആന പിന്നീട് കാണാതായി. അതിനുശേഷം ജനുവരി ആദ്യ വാരം മുതൽ ആന വീണ്ടും ഈ ആതിരപ്പള്ളി, ഏഴാറ്റുമുഖം തുടങ്ങിയ എറണാകുളം, തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്തിൽ ഉൾപ്പെടുന്ന വനമേഖലയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ദിവസങ്ങളോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കണ്ടെത്തുന്നതിനായും നിരീക്ഷണം നടത്തി ആനയ്ക്ക് ഗുരുതരമായ മുറിവാണ് ഏറ്റിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതോടുകൂടി ചികിത്സ നൽകാൻ തീരുമാനിച്ചു. തുടർന്ന് 2 ദിവസം തൃശ്ശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആനയെ കണ്ടെത്തി നിരീക്ഷിച്ച് ആനയെ സ്പോട്ട് ചെയ്തതിനു ശേഷമാണ് വയനാട്ടിൽ നിന്നും വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയെയും സംഘത്തെയും എത്തിക്കുന്നത്. ഇവരും എത്തി 2 ദിവസത്തോളം തെരച്ചിലും പരിശോധനകളും ഒക്കെ നടത്തി 3-ാം ദിവസമാണ് ആനയെ കണ്ടെത്തുന്നതും മയക്കുവെടി വെക്കുന്നതും പിന്നീട് സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകിക്കൊണ്ട് ചികിത്സകളൊക്കെ പൂർത്തീകരിക്കുന്നതും. ഏതായാലും ഈ ചികിത്സ പൂർത്തീകരിച്ച ആന 2 ദിവസത്തിനകം പിന്നീട് ജനവാസ മേഖലയിലേക്ക് വന്നിരുന്നില്ല. പിന്നീട് ഇന്നാണ് വൈകുന്നേരത്തോടുകൂടി ആന എത്തുന്നത്. ആനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി കാണണം. സ്വാതി. ശരി ലെവിൻ.